കലയിൽ രാഷ്ട്രീയമില്ല. കലയിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല. ഏത് കലാരൂപത്തെയും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ആസ്വദിക്കുവാൻ ശേഷിയുള്ള ഒരു വലിയ കലാസമൂഹമുണ്ട് കേരളത്തിൽ. പക്ഷേ നിലവിലത്തെ സാഹചര്യം അങ്ങനെയല്ല. കലാസൃഷ്ടികളിൽ ജാതിയും മതവും വർഗവും വർണ്ണവുമൊക്കെ ഇടകലർത്തുന്ന ഒരു സ്വഭാവം ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലും ചലച്ചിത്ര മേഖലയിലും കാര്യമായി തന്നെയുണ്ട്. അത്തരത്തിലുള്ള കേടുപാടുകൾ ഇപ്പോൾ സംഘടനകളിലും കാര്യമായി എത്തിയിരിക്കുകയാണ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ കാര്യമായ കക്ഷി രാഷ്ട്രീയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഇടവേള ബാബുവും ഉണ്ണി മുകുന്ദനും സിദ്ദിഖുമൊക്കെ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയം കളിക്കുകയാണ് അമ്മ എന്ന സിനിമാ സംഘടനയിൽ എന്ന് സാരം. മോഹൻലാൽ മാറുമെന്ന് കരുതി ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ ഇടവേള ബാബു, താരസംഘടനയുടെ അധ്യക്ഷ പദം നോട്ടമിട്ട ബാബുവിന് വിനയായത് മമ്മൂട്ടിയുടെ ഇടപെടൽ. സർവരുടെയും പിന്തുണയിൽ ഉണ്ണി മുകുന്ദന് താക്കോൽ സ്ഥാനവും. പത്രിക പിൻവലിച്ചത് ലാലിന് മൂന്നാം ഊഴവുമായി. ജയിച്ചു നയിക്കാൻ സിദ്ദിഖും. അതെ, അമ്മയിൽ കക്ഷി രാഷ്ട്രീയം ആരംഭിച്ചിരിക്കുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിയാൻ സന്നദ്ധത അറിയിച്ചത് മോഹൻലാൽ പദവി ഏറ്റെടുക്കില്ല എന്ന വിലയിരുത്തലിൽ. മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ ആ കസേരയിൽ ഇരിക്കുവാനായിരുന്നു ഇടവേള ബാബു ആഗ്രഹിച്ചത്. മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനമൊഴിയും എന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു. അങ്ങനെ മോഹൻലാൽ മാറുമ്പോൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുമെന്നും തനിക്ക് പ്രസിഡന്റാകാനാകുമെന്നുമാണ് ഇടവേള ബാബു കരുതിയിരുന്നത്. അങ്ങനെ തന്ത്രത്തിൽ അധ്യക്ഷനാകുവാനുള്ള ഇടവേള ബാബുവിൻ്റെ പദ്ധതി നുള്ളിയെടുത്തത് സാക്ഷാൽ മമ്മൂട്ടിയായിരുന്നു. മോഹൻലാൽ തന്നെ അധ്യക്ഷനാകണമെന്ന് മമ്മൂട്ടി നിർബന്ധം പിടിച്ചു. ഇടവേള ബാബുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും നിലപാടറിയിച്ചു. ഇതോടെ അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ തുടരുന്നു. ഇടവേള ബാബു പുറത്തുമാകുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖും ട്രഷററായി ഉണ്ണി മുകുന്ദനും വരുന്നതിനെ മമ്മൂട്ടി അനുകൂലിച്ചു. ട്രഷററായി ഉണ്ണി മുകുന്ദനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. സിനിമയിൽ ഉണ്ണി മുകുന്ദനുള്ള സ്വീകാര്യതയ്ക്ക് അത് തെളിവുമായി. ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലെ കരടായ ഉണ്ണി മുകുന്ദൻ്റെ സംഘിപ്പട്ടം സിനിമാ സംഘടനയിൽ ചർച്ചയാക്കാനുള്ള സൈബർ സഖാക്കളുടെ നീക്കങ്ങൾക്കും ഇതോടെ തിരിച്ചടിയായി. എതിരില്ലാതെയാണ് നടൻ ആ പദവിയിലെത്തുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ട്. ജനകീയനായ സിദ്ദിഖിനെതിരെ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ മോഹൻലാലിനെ പോലെ എതിരില്ലാ വ്യക്തിത്വമായി ഉണ്ണി മുകുന്ദൻ മാറുന്നു. CPM-മായി അടുത്തു നിൽക്കുന്ന മമ്മൂട്ടിയും താരസംഘടനയിൽ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. ഇതാണ് ഉണ്ണി മുകുന്ദൻ്റെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്. മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 30-ന് നടക്കും. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ, സിദ്ദിഖ്, ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത്. 11 അംഗമുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അനന്യ, അൻസിബ, ജോയ് മാത്യു, കലാഭവൻ ഷാജോൺ, രമേശ് പിഷാരടി, റോണി ഡേവിസ്, സരയു മോഹൻ, സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടൊവിനോ തോമസ്, ബിനു മോഹൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക നൽകി. അതായത് 12 പേർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാൾ തോൽക്കും. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അമ്മ സംഘടനയുടെ നിയമാവലി പ്രകാരം 17-അംഗ ഭരണസമിതിയിൽ 4 വനിതകൾ വേണമെന്നുണ്ട്. ഭാരവാഹികളെ തെരഞ്ഞെടുക്കുവാനുള്ള മത്സരത്തിൽ 2 വനിതകൾ മത്സരിക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ ഭാരവാഹികളുടെ വോട്ടെണ്ണലാണ് ആദ്യം നടത്തുക. ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളാരും ജയിച്ചില്ലെങ്കിൽ എക്സിക്യൂട്ടീവിൽ നോമിനേഷൻ നൽകിയ സ്ത്രീകളെല്ലാം ജയിക്കുന്ന സ്ഥിതിയുണ്ടാകും. ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖും അനായാസം ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റു പദവിയിലേക്ക് ശക്തമായ മത്സരം തന്നെ ഇത്തവണ നടക്കും. താരസംഘടനയിൽ ഒരു വിധത്തിലുമുള്ള രാഷ്ട്രീയവും കടന്നു വരരുതെന്ന ആഗ്രഹം ലാലിനുണ്ടായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു. ഇത്തവണ അതുണ്ടാകാതെ നോക്കാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കുമായി. ഉണ്ണി മുകുന്ദൻ്റെ എതിരില്ലാതെയുള്ള വിജയം ഇതിന് തെളിവാണ്. എന്നാൽ അത് ഇക്കുറി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. സിദ്ദിഖും പിഷാരടിയും ഉണ്ണി മുകുന്ദനും മോഹൻലാലും ടൊവിനോയുമൊക്കെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്.
ഇതിൽ സിദ്ദിഖ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പലതവണ പരിഗണനയിൽ എത്തിയിട്ടുമുള്ളതാണ്. ജഗദീഷ് മത്സരിച്ചിട്ടുമുണ്ട്. പിഷാരടിയെ ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിൽ എത്തിയിട്ടുമുണ്ട്. മമ്മൂട്ടി ആകട്ടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അനുഭാവത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമാണ്. അങ്ങനെ മൊത്തത്തിൽ കൂട്ടിക്കിഴിക്കുമ്പോൾ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമെല്ലാം സിനിമാ മേഖലയിൽ അരങ്ങുവാഴാൻ പോകുന്നു എന്ന് സാരം. ജനറൽ സെക്രട്ടറിയാണ് അമ്മയിലെ സുപ്രധാന പദവി. ഇതിൽ നടൻ സിദ്ദിഖ് അനായാസം ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. സിനിമയിൽ സജീവമായി നിൽക്കുന്നവർ തന്നെയാകും താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. സിദ്ദിഖ് ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇതെല്ലാം. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 25 വർഷമായി അമ്മയിൽ സജീവമായിരുന്ന ഇടവേള ബാബു 1994 അമ്മ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള 3ാമത്തെ ഭരണസമിതിയിൽ മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. എല്ലാം ഏതാണ്ട് നിയന്ത്രിച്ചിരുന്നത് ഇടവേള ബാബുവാണ്. മറ്റുള്ളവർ സിനിമാ തിരക്കിലായിരുന്നത് കൊണ്ടുകൂടിയാണ് ഇത്. അങ്ങനെ സംഘടനയെ നയിച്ച ഇടവേള ബാബു പെട്ടെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന നിലപാടെടുത്തു. എന്നാൽ ആരും ഇതിനെ എതിർത്തുമില്ല. അതിനിടെ ഒരു യുവനടനെ അടക്കം ജനറൽ സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായം ഇടവേള ബാബു എടുത്തു. ഇതും ആരും അംഗീകരിച്ചില്ല. കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ശ്വേതാ മേനോൻ, മണിയൻ പിള്ള രാജു, ലെന, ലാൽ, വിജയബാബു, സുധീർ, ജയസൂര്യ എന്നിവർ ഇത്തവണ മത്സരത്തിനില്ല. വോട്ടിംഗ് അവകാശമുള്ള 506 അംഗങ്ങളാണ് അമ്മയിൽ ഇപ്പോഴുള്ളത്.